ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയിൽ കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടിയിൽ അനധികൃത സ്ഥാപനങ്ങൾ അടപ്പിച്ചു. പുതുപ്പാടി പഞ്ചായത്ത് ബസാറിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പോലീസും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് 2 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത്. പുതുപ്പാടി പഞ്ചായത്ത് ബസാറിലെ അൽ അമീൻ മിനി മാർട്ട്, നൈസ് ലുക്ക് സലൂൺ എന്നിവയാണ് പൂട്ടിച്ചത്. ഈ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു. ഇക്ബാൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള നൈസ് സലൂൺ ബാർബർ ഷോപ്പ് രാത്രി 2 മണി വരെ തുറന്നു പ്രവർത്തിക്കുകയും ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും യുവാക്കൾ ഇവിടെ എത്തുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ലഹരി വിരുദ്ധ പ്രവർത്തകരെ കണ്ട് MDMA പാക്കറ്റുകൾ ഉപേക്ഷിച്ച് യുവാക്കൾ ഓടിപ്പോയതും ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ നിന്നാണ്. മാരക ആയുധങ്ങളുമായി 2-3 തവണ അങ്ങാടിയിലൂടെ വലസി നടന്ന് ആളുകളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഈ ഗഫൂറും ഷംനാദും ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അത് ചോദ്യം ചെയ്യുകയും അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും നമ്മുടെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന 3 പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മിനി മാർട്ട് ഉടമ റഫീഖിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായി. പഞ്ചായത്ത് ബസാറിനോട് ചേർന്ന ഒഴിഞ്ഞ പറമ്പിലെ കെട്ടിടത്തിന് ചുറ്റുമുള്ള കാട് വെട്ടിത്തെളിച്ച് ലഹരി വിരുദ്ധ ബോർഡ് സ്ഥാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ലഹരി വിൽപ്പന സംഘത്തിന്റെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ റഫീഖിന്റെ പേരിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.